Good morning, all. Morning, ma'am. Morning. നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ അതിന്റെ കുറച്ച് ഭാഗം. ഓക്കെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ അതിന്റെ കുറച്ച് ഭാഗമാണ് പറഞ്ഞു നിർത്തിയത്. എങ്ങനെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? ആരെങ്കിലൊക്കെ വായിച്ചു നോക്കിയായിരുന്നോ? ഓക്കെ, വലിയ കുഴപ്പമില്ല അല്ലെ? എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഭാഗത്ത്? ഓക്കെ, ഇപ്പൊ നമുക്ക് വലിയ ഒത്തിരി ഇതാണ് അല്ലെ, കുറച്ച് ലെങ്തി ചാപ്റ്റർ ആണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇതാണ്, ടോപ്പിക് ആണ്. സ്പീഡിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഒരു മോസ്റ്റ് അല്ലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. നമ്മൾ ഏതൊരു ഫേം അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനോ ഒരു ഹോസ്പിറ്റലോ സ്കൂളോ എന്ത് തുടങ്ങുകയാണെങ്കിലും അതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, മനുഷ്യന്റെ എഫേർട്ട്. അത് കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിന്റെ വിവരണങ്ങളാണ് ഉടനീളം പറഞ്ഞത്. ഇനി അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ഡെഫിനേഷൻസും ജസ്റ്റ് അല്ലെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നു. ഒരു തേർഡ് നെക്സ്റ്റ് ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഒപ്പീനിയൻ ഓഫ് സ്റ്റീഫൻ ഡൺ. ഡൺ ആൻഡ് സ്റ്റീഫൻ എന്നല്ല, സ്റ്റീഫൻസ് ഡൺ. ഇതാണ് കറക്റ്റ് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ഈ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ട് അദ്ദേഹം ഒരു ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദ പേഴ്സണൽ മാനേജ്മെന്റ് ഈസ് ദ പ്രോസസ് ഓഫ് അട്രാക്ടിങ്, ഹോൾഡിംഗ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ ദാറ്റ് ഇൻവോൾവ്സ് ഓൾ മാനേജേഴ്സ്, ലൈൻ ആൻഡ് സ്റ്റാഫ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ഏതൊരു അല്ലെങ്കിൽ ഫേമിന്റെ ആണെങ്കിലും എവിടെയാണെങ്കിലും അതിന്റെ ആ ഒരു മാനേജ്മെന്റ്, അതിന്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് അതിലേക്ക് എന്തൊക്കെ ഉൾപ്പെടുന്ന പറയുന്നത് അട്രാക്ടിങ് പീപ്പിള്, ഹോൾഡിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് പീപ്പിൾ. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് വ്യക്തമാക്കിയിട്ട് പോയിന്റ് വൈസ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ നന്നായിട്ട് മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സിന്റെ നല്ല എഫേർട്ട് വേണം അല്ലെ. ആ എഫേർട്ട് വേണമെങ്കിൽ ചാപ്റ്റർ 3 ആണ് ഞാൻ അല്ലെ, ചാപ്റ്ററിന്റെ നമ്പർ 3 ആണ്. ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്റെ കഴിഞ്ഞു, സെക്കൻഡ് ക്ലാസ് ആണ്. അല്ലെ, നിങ്ങൾ ഡെഫിനേഷൻ തുടങ്ങിയല്ലേ, ഈ തേർഡ് ഡെഫിനേഷൻ തുടങ്ങിയല്ലേ നമുക്ക് എടുക്കേണ്ടത്? അതെ, എന്തോ ക്ലാസ് മിസ്സിംഗ് ആയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഓർക്കാത്തത്. നിങ്ങൾ എന്തായാലും ഒന്ന് എന്റെ ക്ലാസ് കേട്ട് നോക്കുക. എന്തായാലും ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, സെക്കൻഡ് ക്ലാസ് ആണത്. അപ്പൊ ഇതില് നമ്മൾ പറഞ്ഞത് എന്താണ് അറിയാം, ഹ്യൂമന്റെ എഫേർട്ട് നന്നായിട്ട് ഇത് ചെയ്യണമെങ്കിൽ അതില് ഫസ്റ്റ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് പീപ്പിൾ, അതായത് അവിടെയുള്ള വർക്കേഴ്സിന്, അതിന് ആ ഒരു കമ്പനിയിൽ. ഇത് തേർഡ് മൊഡ്യൂളാണ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ഇത് വരുമ്പോൾ ക്ലാസ് ഇതാവും. അപ്പൊ എന്തായാലും എന്താണ് ഇതിൽ പറയുന്നത്, അട്രാക്റ്റീവ് പീപ്പിൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് അവിടെയുള്ള വർക്കേഴ്സിന് അവിടെ എന്തായാലും തീർച്ചയായിട്ടും തന്നെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ക്ലാസ് എടുക്കുക എന്നുള്ള ഒരു ഇതാണ്. പ്രധാനമായിട്ടും ഏത് ചാപ്റ്റർ ആണ് ഇന്ന ഇതാണ് അല്ലെ, അത് നമുക്ക് പഠിപ്പിക്കുക, അതിന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാം. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മാനേജ്മെന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. എന്താണ് അതിന്റെ ആ വർക്കേഴ്സിനെ നമ്മൾക്ക് അട്രാക്ട് ചെയ്യണം. അതായത് ആ ഒരു സ്ഥാപനത്തിലുള്ള വർക്കേഴ്സിന് അവിടെ നല്ല സാറ്റിസ്ഫാക്ഷനോട്, തൃപ്തിയോട് കൂടിയിട്ട് വർക്ക് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്, അതും നമുക്ക് മനസ്സിലായി ഏറ്റവും മാക്സിമം എഫേർട്ടോട് കൂടിയിട്ട് അവിടെ വർക്ക് ചെയ്താൽ മാത്രമേ നല്ല റിസൾട്ട് ആ ഒരു മാനേജ്മെന്റിന് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരം കാര്യത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തെങ്കിലും മോണിറ്ററി എന്ന് പറയുമ്പോൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള, ഇപ്പൊ സാലറി ഒക്കെയാണെങ്കിൽ അത് കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ബോണസ് കൊടുക്കുക, അല്ലെങ്കിൽ ലീവ് ഇട്ട് സാലറി കൊടുക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴെന്താ പ്രത്യേകത? സാധാരണയായിട്ട് അത്തരം ജോലി സ്ഥാപനങ്ങളിലേക്ക്
ജോലി ചെയ്യാനായിട്ട് നല്ല അല്ലെ കഴിവുള്ള വ്യക്തികളെല്ലാം തയ്യാറാകും. അപ്പൊ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് നല്ല വ്യക്തിത്വമാണ് അവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ എന്താണ് നല്ല പ്രൊഡക്ഷൻ ആയിരിക്കും അവിടെ ഉത്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ നല്ല സേവനമാണ് ആ കമ്പനിക്ക് ആ ഹ്യൂമൻ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് കൊടുക്കുക, അതല്ലെങ്കിലാണ് നോൺ മോണിറ്ററി റിവാർഡ്സ്. നോൺ മോണിറ്ററി എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് വ്യത്യസ്ത തരത്തില് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിലർക്കൊക്കെ ആണെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് അല്ലെ ചിലപ്പോ ക്യാഷിനേക്കാൾ പ്രധാനമായിരിക്കും ഒരു നാട്ടിൽ നല്ലൊരു സൽപ്പേര്, നല്ലൊരു ജോലി ഉള്ള വ്യക്തിയാണെന്ന് അറിയപ്പെടുക എന്നുള്ളത് സേലറീസിനെ സംബന്ധിച്ച് നല്ലൊരു ഡിഗ്നിറ്റിയാണ് അല്ലെ, നല്ലൊരു അന്തസ്സ് നിർത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് പറ്റുന്ന കാര്യങ്ങൾ ഓഫേഴ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നല്ല സ്റ്റാറ്റസ്, നല്ല എന്താണ് ഹൈടെക് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ അവരെ ഓക്കെ. അപ്പൊ അത്തരത്തിലുള്ള ടൂൾസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഓരോരുത്തർക്ക് അതിനനുസരിച്ചിട്ട് നോൺ മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും റിവാർഡ്സുകളൊക്കെ കൊടുക്കാം. അതേമാതിരി തന്നെ എന്തെങ്കിലും അല്ലെ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് അവിടെ പോയി വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യം ചെയ്യും. അപ്പൊ അത്തരത്തില് അട്രാക്ട് ചെയ്യുക പീപ്പിൾസിനെ ഒരു കമ്പനിയിലേക്ക് വെൽക്കം ചെയ്തു വരിക. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ് നല്ല മാക്സിമം പേഴ്സൺസും അവിടേക്ക് അപ്ലൈ ചെയ്യും, ആ ജോലിക്ക് വേണ്ടിയിട്ട് തയ്യാറാകും എന്നുള്ളത്. അപ്പൊ മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി റിവാർഡ്സ്. എന്താണോ മോണിറ്ററി എന്ന് മനസ്സിലായി കാണും, കാരണം കാഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും അല്ലെ നമുക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിട്ടേൺസ്, ചിലപ്പോൾ ബോണസോ അല്ലെങ്കിൽ വിവിധ സാലറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ക്ലെയിം ഒക്കെ കിട്ടുന്ന കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാഷുമായി ബന്ധപ്പെട്ട ഫിനാൻസുമായി ബന്ധപ്പെട്ട നോൺ മോണിറ്ററി ആയിട്ടുള്ള മറ്റേതെങ്കിലും റിവാർഡ്സുകളെല്ലാം കൊടുത്ത് അവരെ അട്രാക്ട് ചെയ്യുക. സെക്കൻഡ് എന്ന് പറയുന്നത് ഹോൾഡിംഗ് ഓർ റിട്ടൈനിങ്. അപ്പൊ ഇത്തരത്തിലുള്ള വർക്കേഴ്സിനെ നമ്മളിങ്ങനെ അട്രാക്ട് ചെയ്ത് ഒരു സ്ഥാപനത്തിലേക്ക് ക്ഷണിച്ച് അവിടേക്ക് അല്ല അവരെ വർക്ക് ചെയ്യാനായിട്ട് സന്നദ്ധരായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് എന്താണ് ആ സ്ഥാപനത്തിന് അതിനുള്ള ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കും അല്ലെ, നല്ലൊരു സഹപ്രവർത്തകരൊക്കെ ആയിട്ട് സഹകരിച്ച് ജോലി ചെയ്യാനുള്ള ഒരു നല്ലൊരു എൻവയൺമെന്റ് അത് കെട്ടിപ്പടുക്കാനായിട്ട് ശ്രമിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ എന്താണ് മാനേജ്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. ഇൻ കേസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇതിൽപ്പെടുന്ന മാറ്റേഴ്സ് ആണ് എന്താണ് അട്രാക്ട് ചെയ്യുക എന്നുള്ളതും ഹോൾഡിംഗ് ഓർ റിറ്റെയിനിങ്. തേർഡ് വൺ പറയുന്നത് മോട്ടിവേറ്റിംഗ്. മോട്ടിവേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മൾ എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്തിരിയും കൂടി പ്രൊഡക്ഷൻ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ടെൻഡൻസി അല്ലെ, ചിലപ്പോൾ ആണെങ്കിൽ കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് ആ ഡ്യൂട്ടിയിലേക്ക് ആയി, കമ്പനിയിലേക്ക് ആ പേഴ്സൺസ് ആയി, പിന്നെ എന്താണ് അവിടെ നിലനിർത്തി പോകാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ അവർക്ക് ഇച്ചിരിയും കൂടിയും അവിടേക്ക് അല്ലെ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് അവരവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി ഉണ്ടാക്കുന്ന നമുക്ക് കുറച്ച് പ്രൊഡക്ഷൻ ഒക്കെ കൂട്ടി കിട്ടുമ്പോൾ അവർക്ക് അതിന് എന്തെങ്കിലും അപ്രീസിയേഷൻ ആയിട്ട് അല്ലെങ്കിൽ പുകഴ്ത്തുന്നതിന്റെ ഇതായിട്ട് എന്തെങ്കിലും റിവാർഡ്സുകളൊക്കെ കൊടുക്കാം, കോംപ്ലിമെന്റ് ഒക്കെ കൊടുക്കാം. അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ലൊരു സേവനമൊക്കെ കാഴ്ചവെക്കുകയാണെങ്കിൽ അവർക്ക് വീണ്ടും ഏതെങ്കിലും ഒരു പൊസിഷൻ ഇപ്പൊ പേഴ്സണൽ അസിസ്റ്റൻസിനൊക്കെ നിയമിച്ചു കൊടുക്കും. അതായത് നല്ല നല്ല കുറെ വർക്കുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനൊക്കെ നിയമിക്കുമ്പോഴെന്താണ് അവർക്ക് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ഓട്ടോമാറ്റിക്കലി വരും. ഇൻ കേസ് പിന്നെ എന്താണ് വേറെ എന്തെങ്കിലും പൊസിഷൻ ഓരോ റൂമുകള് അല്ലെങ്കിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോട്ടുകള് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും എന്ത് മാറ്റർ ആണെങ്കിലും അവർക്ക് ഇച്ചിരിയും കൂടി ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ടും ആ സ്ഥാപനത്തില് പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടും തയ്യാറാകുന്ന ഒരു സിറ്റുവേഷൻസ് കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത്. Then by following progressive practices and human policies to create a personal satisfaction to the employee. അതായത് വ്യക്തിപരമായിട്ട് ഒരു തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള തൊഴിലാളികൾക്ക് വ്യക്തിപരമായി തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നിയമങ്ങൾ അതെല്ലാം നടപ്പാക്കി കൊണ്ടുവരേണ്ട ഡ്യൂട്ടിയും ആരുടെ പേഴ്സണൽ മാനേജ്മെന്റ് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പോ സ്റ്റീഫൻ ഡണിന്റെ അഭിപ്രായത്തിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? അട്രാക്റ്റിംഗ് പീപ്പിൾ ഉണ്ട്, ഹോൾഡിംഗ് ഓർ റിറ്റെയിനിങ് ഉണ്ട്, മോട്ടിവേറ്റിംഗ് ഉണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്താണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലുള്ള ഡെഫിനിഷൻ എന്നുള്ളത് മനസ്സിലായോ? ഓക്കെയാണോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോകാം. എന്താണ് ഇത്തരം നമ്മളിപ്പോ കുറച്ച് ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ചിട്ട് തന്നെയാണ് വിവരിച്ചുകൊണ്ടിരുന്നത്.
ഇനി അതിന്റെ സവിശേഷതകൾ എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ആണോ എന്ന് നോക്കാം. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. അപ്പൊ ഒരു പേഴ്സണൽ മാനേജറിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും ഡെഫിനിഷനിൽ നിന്നും കുറച്ച് ഹ്യൂമൻ റിസോഴ്സിന്റെ കുറച്ച് വിവരണത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. പ്രത്യേകം കഴിവ് ഇദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം അല്ലെ. എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവഡ് ആയിട്ടുള്ള ഡിസിഷൻസ് ഇദ്ദേഹം എടുക്കേണ്ടതുണ്ട്. ജനങ്ങളെ എന്താണ് വ്യക്തികളെ അട്രാക്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അവിടെ നിലനിർത്തേണ്ട കാര്യങ്ങളുണ്ട്. പിന്നെ കുറച്ചും കൂടി പ്രൊഡക്ഷനും സർവീസൊക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ കോംപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കേണ്ടതുണ്ട്. നല്ലൊരു എൻവയോൺമെന്റ് കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള സവിശേഷതകൾ ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. അത് പോയിന്റ് വൈസ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ്. പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ് in organization theory and likely be an effective advisor to top management in organization matters as well as being able to organize his own department. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യങ്ങൾ മാത്രമല്ല അവൻ നോക്കേണ്ടത് എന്താണ് ഏറ്റവും ടോപ്പ് ലെവൽ ആ സ്ഥാപനത്തിനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള വ്യക്തികൾ തുടങ്ങി ഏറ്റവും കീഴിലുള്ള വ്യക്തികൾ അവർക്ക് വരെയുള്ള എല്ലാ മാറ്റേഴ്സും ഒരു കൈകാര്യം ചെയ്യേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ പേഴ്സണൽ മാനേജർ മസ്റ്റ് ബി എ സ്പെഷ്യലിസ്റ്റ്, ഒരു സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം ഇൻ ഓർഗനൈസേഷൻ തിയറി ആൻഡ് ലൈക്ലി ബി ആൻ എഫക്റ്റീവ് അഡ്വൈസർ. അതായത് നമ്മുടെ സംഘടനാപരമായിട്ടുള്ള അത് സംഘടിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥാപനം എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കാര്യങ്ങളെല്ലാം എല്ലാ നോളജും അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് നല്ലൊരു എഫക്റ്റീവ് അഡ്വൈസർ ആയിരിക്കണം, ഒരു ഉപദേശകനായിരിക്കണം. ഒരു ടോപ്പ് മാനേജറിനെ അറിയിക്കണം അല്ലെ ഇന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തീരുമാനിക്കേണ്ടതുണ്ട്. അതെല്ലാം അല്ലെങ്കിൽ ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന എന്തെങ്കിലും ഫെസിലിറ്റീസ് കൊടുക്കണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർക്കേഴ്സിന്റെ ഇടയിൽ എന്തെങ്കിലും ട്രെയിനിങ് കൊടുക്കണം, എന്തെങ്കിലും കോമ്പനൻസ് കൊടുക്കണം. അങ്ങനെ അഡ്വൈസ് ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്യുന്നതോടൊപ്പം നല്ലൊരു ഉപദേശകനുമായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് he should be a real expertise in personal administration, knowledge of relevant laws, procedures and techniques. നമുക്കറിയാം കുറെ ഇതുകൾ അല്ലെ, എന്തെങ്കിലും ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ പോരാ, ആ ഡിസിഷൻസ് എല്ലാം തന്നെ എന്തായിരിക്കണം? അത് നിയമാനുസൃതമായിരിക്കണം അല്ലെ. ചിലർക്ക് മാത്രം കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ ഡിപ്പാർട്ട്മെന്റുകാർ തമ്മിൽ പ്രശ്നമുണ്ടാവും. അപ്പൊ അത് നല്ല രീതിയിൽ സുഗമപരമായ രീതിയിലായിരിക്കണം നടപ്പാക്കി കൊണ്ടുവരേണ്ടത്. അതുമായി ബന്ധപ്പെട്ട നോളജ്, അതുമായി ബന്ധപ്പെട്ട അറിവ് ആർക്കുണ്ടായിരിക്കണം? ഈ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. തന്നെ എന്താണ് എല്ലാ തരത്തിലുള്ള നിയമ നടപടിക്രമങ്ങളെ കുറിച്ചും ടെക്നിക്കലെ കുറിച്ചെല്ലാം ബോധവാന്മാരായിരിക്കണം ആരെ പേഴ്സണൽ മാനേജർ എന്നുള്ളത്. നെക്സ്റ്റ് പറയുന്നത് he should have a ample knowledge of behavioral science. അതായത് ബിഹേവിയറൽ സയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? പെരുമാറ്റ ശാസ്ത്രം അല്ലെ. അതായത് ഓരോ പേഴ്സൺസും അവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റേഴ്സ് ആണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സസിന്റെ പെരുമാറ്റ രീതികൾ അവര് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകും, അല്ലെങ്കിൽ അവർക്ക് ഈ ജോലി എന്ന് പറയുന്നത് എത്രത്തോളം നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ബിഹേവിയറൽ സെൻസ്, അവരുടെ പെരുമാറ്റ രീതിയെ കുറിച്ച് അറിയാനുള്ള ഒരു നോളജ്, ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നമ്മുടെ പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Next, he must have an acute sense of social justice and be fully appreciative of the rights and interest of the men and women at work, as well as of the economic necessities of management. അതായത് നമ്മുടെ സാമൂഹ്യ നീതി ഇദ്ദേഹത്തിന് ഉറപ്പാക്കണം അല്ലെ. എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ബേസിൽ മാത്രമേ തന്നെ എല്ലാവരെയും ഇപ്പൊ മെന്നിനെയും വുമണിനെയും നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴും അവർക്ക് എല്ലാവർക്കും ഒരു പരിഗണന ഈ പേഴ്സണൽ മാനേജറിന്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം അല്ലെ. അത് എന്നാൽ മാത്രമേ ഇവർക്ക് നടപ്പാക്കുന്ന ഡിസിഷൻസ് എല്ലാവർക്കും ഒരേപോലെ അനുകൂലമാക്കിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മാനേജ്മെന്റിന്റെ എക്കണോമിക് നെസസിറ്റി അത് എത്രത്തോളം അല്ലെ. നമ്മൾ ഒരുപാട് ഓഫറുകൾ കൊടുക്കുകയാണ് ഇപ്പം വിമൻസിന് ഇതായിട്ടുള്ളതും, അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചില ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, ടോയ്ലറ്റും സംഭവങ്ങളൊക്കെ നമ്മൾ ഒരുപാട് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടതൊക്കെ ഉണ്ടാവും. അത് സ്പെഷ്യലി ഓരോരുത്തരെയും കൺസിഡർ ചെയ്ത് അല്ലെ, മാനും വുമൻസിനൊക്കെ പ്രത്യേകം കൺസിഡർ ചെയ്ത് കൈകാര്യം ചെയ്യേണ്ടതുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, പേഴ്സണൽ മാനേജർ എപ്പോഴും മാനേജ്മെന്റിന്റെ എക്കണോമിക് സിറ്റുവേഷൻ അല്ലെ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് ആക്കരുത്.
പക്ഷെ ഇവരുടെ ഈ ഒരു സാമൂഹ്യ ആവശ്യങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുപോകാനായിട്ടും സന്നദ്ധയുള്ള ഒരു പേഴ്സണൽ മാനേജർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് എ ക്രിയേറ്റീവ് തിങ്കിങ്, അതായത് സർഗാത്മകമായിട്ട് ചിന്തിക്കാനുള്ള, അല്ലെ, നമ്മള് എന്തെങ്കിലും ഒരു മാറ്റർ വരുമ്പോഴായിരിക്കും ഇത് എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ സാധിക്കുക, ഈ ഒരു സിറ്റുവേഷനെ, ഈ പ്രോബ്ലം ആണെങ്കിൽ അതിനെ എങ്ങനെ സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എന്താണ് സേവന വിഷയം കൂടി ഇംപ്രൂവ് ആക്കാനായിട്ട് ഒരു ക്രിയാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു ശേഷിയും കൂടി ആർക്കുണ്ടായിരിക്കണം, പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should have a knowledge in problem solving techniques. അതായത് നേരത്തെ പറഞ്ഞ എന്തെങ്കിലും മാറ്റേഴ്സ്, അല്ലെ, പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അത് എങ്ങനെയാണ് സോൾവ് ചെയ്ത് കൊടുക്കേണ്ടത്, അങ്ങനെ ഒരു ടെക്നിക്സുകളും ചിലപ്പോ നമുക്കറിയാം പറഞ്ഞു തീർക്കാൻ പറ്റും, ചിലപ്പോൾ എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുത്ത് അത് ഒതുക്കി തീർക്കാൻ പറ്റും, അല്ലെ, നിയമ നടപടികൾക്കൊന്നും മുതിരാതെ തന്നെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചിട്ടുള്ള ടെക്നിക്സിനെ കുറിച്ചുള്ള നോളജ്, മതിയായ അറിവ് ആർക്കുണ്ടായിരിക്കണം, പേഴ്സണൽ മാനേജറിനും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഹി ഷുഡ് ബി കേപ്പബിൾ ഓഫ് ലീഡർഷിപ്പ്. നമുക്കറിയാം എന്ത് കാര്യം ഒരു പക്ഷേ മൈൻഡിൽ വരാം ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത്, പക്ഷെ അവിടെ ഒരു മുൻകൈ എടുക്കേണ്ട ഒരു സ്ഥാനം കൂടി ഉണ്ട്, അല്ലെ, അത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോ ഏത് കാര്യമാണെങ്കിലും അത് നടപ്പാക്കുമ്പോൾ മുൻകൈയിൽ, അല്ലെ, മുന്നിൽ തന്നെ നേതൃത്വം വഹിക്കാനുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം, പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should be friendly, tactful and approachable nature. അതായത് നമുക്കറിയാം ഒരു എന്തെങ്കിലും പ്രോബ്ലംസ്, അല്ലെ, എന്തെങ്കിലും നാച്ചുറലി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത് തന്ത്രപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഫ്രണ്ട്ലി, അല്ലെ, നമ്മള് എന്ത് നേരത്തെ പറഞ്ഞ മാതിരി പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ആയിട്ട് വരുമ്പോൾ ആ ടെക്നിക്ക് അറിഞ്ഞാൽ പോലും നമുക്ക് ഇച്ചിരി കൂടി അത് ഫ്രണ്ട്ലി ആണെങ്കിൽ മാത്രമേ അത് നല്ല റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുള്ളൂ, അല്ലെ. അപ്പൊ ആ ഒരു ഫ്രണ്ട്ലി, ഒരു തന്ത്രപരമായ രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ, എല്ലാവരോടും ഇടപെടാനുള്ള ഒരു കഴിവും ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ പേഴ്സണൽ മാനേജറിനും ഉണ്ടായിരിക്കണം. Then he should have initiative and decision making ability. നമുക്കറിയാം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അല്ലെ, നമ്മള് നേതൃത്വം വഹിക്കുക എന്ന് മാത്രമല്ല അതിനു മുമ്പ് തീരുമാനങ്ങൾ എടുത്തിട്ട് വേണം ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ, നടപ്പാക്കാനായിട്ട് വരേണ്ടത്. അപ്പൊ ഇത്തരത്തില് നല്ല തീരുമാനങ്ങൾ, എന്താണ് പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും നിയമ നടപടികളൊക്കെ വരികയാണെങ്കിലും അതല്ലെങ്കിൽ ടാക്ട്ഫുൾ എന്ന് പറഞ്ഞാൽ തന്ത്രപരമായ, കേസ് ഒരു സൗഹൃദ നയപരം നമുക്ക് മനസ്സിലാക്കാം, എന്തെങ്കിലും നയപരമായിട്ടുള്ള ഫ്രണ്ട്ലി. ഇവിടെ നമ്മള് പറഞ്ഞത് ഓക്കെ, ഇവിടെ പറയുന്നുണ്ട് ഹി ഷുഡ് ബി ഫ്രണ്ട്ലി ആൻഡ് ടാക്ട്ഫുൾ ആൻഡ് അപ്രോച്ചബിൾ നേച്ചർ. ഓക്കെ, നയപരമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായ രീതിയിൽ എന്നൊക്കെ പറയാം. ഹി ഷുഡ് ഹാവ് ഇനിഷ്യേറ്റീവ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി. He should be able to generate trust among his colleagues. നമ്മൾ ഡിസിഷൻ, തീരുമാനം എടുക്കുന്ന കാര്യം പറഞ്ഞ മാത്രമേ തന്നെ അടുത്ത പോയിന്റ് വരുന്നത് ആ സഹപ്രവർത്തകരുടെ ഇടയിൽ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം, അല്ലെ. നമ്മള് ഒരു പക്ഷേ ഈ മാനേജർ ഒരുപാട് നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും അനുസരിക്കണമെങ്കിൽ എന്താണ് ഇദ്ദേഹം കൊണ്ടുവന്നത് ലക്ഷ്യത്തിൽ എത്താനായിട്ട് സാധിക്കും, അത് നമ്മൾക്ക് ചെയ്ത് നോക്കാം. ആ ഒരു വിശ്വാസം എന്താണ് സഹപ്രവർത്തകരുടെ ഇടയിൽ ജനിപ്പിക്കാനുള്ള കഴിവും ആർക്കുണ്ടായിരിക്കണം, പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കണം. Then he should be ready to cooperate with the subordinate in times of difficulty. കേസ് നമ്മളിപ്പോ എന്തെങ്കിലും നിയമങ്ങളോ കാര്യങ്ങളോ, അല്ലെ, ഡിസിഷൻസ് ഒക്കെ നടപ്പാക്കി കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ അത് വിചാരിച്ച രീതിയിൽ നടപ്പാക്കാനൊക്കെ സാധിച്ചെന്ന് വരില്ല. അപ്പൊ സബോർഡിനേറ്റ്സ്, കീഴുദ്യോഗസ്ഥരുടെ ഇടയിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരുന്ന സാഹചര്യത്തില്, അത്തരം ഫേസ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉളവാകുന്ന സാഹചര്യത്തിലെല്ലാം, അല്ലെ, ഒരു സപ്പോർട്ടീവ് ആയിട്ട് പ്രവർത്തിക്കാനായിട്ട് ഉള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഹി ഷുഡ് ബി പ്രൊമോട്ടർ ഇനഫ് ടു give them the feedback in their handling of a personal matters whenever necessary in the interest of a functioning of the organization and establish the personal policies of the organization. അതായത് നമ്മളെപ്പോഴും ഒരു പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഓർഗനൈസേഷന് നല്ല ഒരു ലക്ഷ്യം നേടിയെടുക്കണം, അല്ലെ. അതുമായി ബന്ധപ്പെട്ട പോളിസികളാണ്, നയങ്ങളും നടപടിക്രമങ്ങളാണ് ഇദ്ദേഹം എപ്പോഴും വളർത്തിക്കൊണ്ടുവരേണ്ടത്, അല്ലെ, എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് അവിടെ ഓരോരുത്തർക്കും ഇങ്ങനെ തന്നെ
എന്തെങ്കിലും കൊച്ചു കൊച്ചു നിയമങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എന്തെങ്കിലും മാറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ടോ, അത് ഓടി മനസ്സിലാക്കിയിട്ട് അത് ഫീഡ്ബാക്ക് ചെയ്തിട്ടാണ് പുതിയ പുതിയ നിയമങ്ങളെല്ലാം നമുക്ക് പോളിസികളെല്ലാം നടപ്പാക്കി കൊണ്ടുവരാൻ പാടുള്ളൂ എന്നുള്ളതാണ്. We should promote enough to give them the feedback in their handling of personal matters. മനസ്സിലായില്ലേ? Okay, he should promote enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and established personal policies of the organization. എപ്പോഴും നമുക്ക് ആവശ്യത്തിന് അല്ലെ, എപ്പോഴും മതിയായ കാര്യങ്ങളെല്ലാം നമുക്ക് നടപ്പാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. നിയമ നടപടികളെല്ലാം അത് ഓരോന്നും എങ്ങനെയാണ് അത് നടപ്പാക്കി കൊണ്ടുവരേണ്ടത് എന്നുള്ള രീതി അത് മനസ്സിലാക്കി അത് എങ്ങനെയാണ് അല്ലെ. ഫസ്റ്റ് ഓടിക്കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങൾ എന്താ സ്ഥാപിക്കുക എന്ന് പറയുന്നത് നടപ്പാക്കുന്ന കാര്യമല്ല, എല്ലാവരും അത് ഫോളോ ചെയ്യണമെന്നില്ല. ചിലപ്പോ നിലവിലുള്ള ഒരു സ്ഥാപനത്തിലല്ലേ, പക്ഷെ അത് പതിയെ പതിയെ നടപ്പാക്കാനായിട്ട് എന്തെങ്കിലും നടപ്പാക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് മാറ്റേഴ്സ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അത് റിമൂവ് ചെയ്ത് ചില കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ട് അതിനനുസരിച്ചിട്ട് വർക്കേഴ്സിനൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നടപ്പാക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. He should be real expertise in a personal administration, knowledge of relevant laws, procedure and techniques. അതായത് റിയൽ ആയിട്ട് അല്ലെ, യഥാർത്ഥത്തിൽ പേഴ്സണൽ മാനേജറിന്റെ ആ ഒരു ഭരണം നിർവഹിക്കുമ്പോൾ അദ്ദേഹം നോളജ് ഓഫ് റെലവെന്റ് ലോസ്, ഇപ്പൊ നമുക്കറിയാം പുതിയ നിയമങ്ങളാണ് അല്ലെ, അപ്ഡേറ്റ് ആയിട്ടുള്ള നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് മാത്രമേ നിയമാവലികളെല്ലാം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. പണ്ടത്തെ ഒരു നിയമങ്ങൾ അനുസൃതമായിട്ട് കുറച്ച് നിയമ നടപടികളെല്ലാം ഡിസിഷനില് അല്ലെ തീരുമാനത്തിൽ കൊണ്ടുവന്ന് പോളിസി ആയിട്ട് ഇറക്കിയാല് അത് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലിലൊക്കെ തന്നെ നമുക്കറിയാം വില്ലേജ് വേസ്റ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള നിയമാവലികൾ മനസ്സിലാക്കണം അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളോട് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന മാത്രം നിർദ്ദേശിച്ചാൽ പോരാ, അതിന്റെ നിയമ നടപടികൾ അനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഇത് അല്ലെ, നോളജ് ഓഫ് റെലവെന്റ് ലോസ്, പ്രൊസീജിയേഴ്സ് ആൻഡ് ടെക്നിക്സ്, അതിന്റെ നിയമങ്ങളും നടപടിക്രമങ്ങളും ടെക്നിക്സുകളും എല്ലാം ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ല, ഇത് ശരിക്കും HRM-ല് വരുന്ന പോയിന്റ്സുകൾ തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ചോദിച്ചു എന്ന് തോന്നണല്ലേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ലാസ്റ്റ് പോയിന്റ് ആണോ ചോദിച്ചത്? He should be promoting enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization. അതായത് മതിയായ ഫീഡ്ബാക്ക് അല്ലെ, നമ്മളിപ്പോ എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സുകളൊക്കെ വരികയാണെങ്കിൽ അത് മതിയായ നമ്മൾ എന്ത് നടപടി കൊണ്ടുവന്നാലും അതിന് പേഴ്സണൽ മാറ്റേഴ്സുകൾക്ക് എന്തെങ്കിലും ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു അനുഭവം അവർ വെളിപ്പെടുത്തും അല്ലെ. അപ്പൊ നെസസറി അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താണ് ആ ഓർഗനൈസേഷൻ എടുക്കുക. അത് മാത്രമല്ല എസ്റ്റാബ്ലിഷ് പേഴ്സണൽ പോളിസീസ് ഇൻ ദ ഓർഗനൈസേഷൻ, അതിനനുസരിച്ചിട്ടുള്ള എന്താണ് പേഴ്സണൽ നിയമ നടപടികൾ കൊണ്ടുവരികയും വേണം. ചിലര് നമുക്കറിയാലേ ചില നിയമ നടപടികൾ നടപ്പാക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള മാറ്റേഴ്സുകൾ അവർ പറയും, നമുക്ക് കുറച്ച് പേർക്ക് ഇത് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടൈമിനുള്ളിൽ വരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്ര സാലറി കൊണ്ട് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഈ ഫെസിലിറ്റി മതിയായ മെഷീനറി എല്ലാം അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് അവര് റിപ്പോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ വരുമ്പോഴെന്താണ് അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻ നടപടി എടുക്കേണ്ടതുണ്ട്. അതിനനുസരിച്ചിട്ട് പുതിയ പോളിസി നിയമങ്ങളൊക്കെ കൊണ്ടുവരേണ്ടതുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും
അപ്പൊ അദ്ദേഹം ഒരു പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കേണ്ട കുറച്ച് സവിശേഷതകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഉള്ളത് എന്താണ്? റോൾസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. അദ്ദേഹത്തിന് ഉണ്ടായ സവിശേഷതകളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ പങ്ക് അല്ലെ, ഒരു സ്ഥാപനത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പങ്ക് എത്രത്തോളമാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാറോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾക്ക് നോക്കാം. പേഴ്സണൽ അദ്ദേഹത്തിന്റെ റോൾ എന്ന് പറയുന്നത് 1, 2, 3, 4 റോളുകളുണ്ട്. പേഴ്സണൽ റോൾ ഉണ്ട്, വെൽഫെയർ റോൾ ഉണ്ട്, ക്ലറിക്കൽ റോൾ ഉണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ ഉണ്ട്. അങ്ങനെ പ്രധാനമായിട്ടും ഒരു സ്ഥാപനത്തില് വ്യക്തിപരമായിട്ടും അത് ക്ഷേമപരമായിട്ടും അതേപോലെ തന്നെ ക്ലറിക്കലായിട്ടുള്ള അല്ലെ, നമ്മുടെ ക്ലറിക്കൽ ഡ്യൂട്ടീസുമായി ബന്ധപ്പെട്ട ജോലികളും പിന്നെ മറ്റ് അല്ലെ പരാതി നിർവഹണ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ലീഗൽ റോളുകളും ഇദ്ദേഹത്തിന് നിർവഹിക്കേണ്ടതുണ്ട്. അപ്പൊ പേഴ്സണൽ റോളില് പറയുന്ന കാര്യം എന്ന് പറയുന്നത് അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് നമ്മൾ മാനേജ്മെന്റ്, ഒരു പേഴ്സണൽ മാനേജ്മെന്റ് ആയിട്ട് ഒരു ബന്ധമുണ്ട് അല്ലെ, അതേപോലെ തന്നെ അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലും ആണ് അവര് അങ്ങനെ ഒരു ഇടനിലക്കാരനായിട്ടുള്ള ഡ്യൂട്ടിയാണ് പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. മാനേജ്മെന്റിന്റെ രീതി അല്ലെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അനുസരിച്ചിട്ട് ആ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം മാനേജ്മെന്റ് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഇവിടെയുള്ള വർക്കേഴ്സിന്റെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുക്കുന്നതിന് പ്രധാനപ്പെട്ട റോളാണ് ആർക്കുള്ളത്? പേഴ്സണൽ മാനേജറിനുള്ളത്. അപ്പൊ ഇത്തരത്തിലൊരു അഡ്വൈസറി അല്ലെ, നമ്മള് ഇന്നില്ല മേഖലകളിൽ അത് പുതുക്കി പണിയാൻ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ മെഷീനറിയുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ടൈം ഷെഡ്യൂളുകൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്, ഷിഫ്റ്റുകളൊക്കെ മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഒരു അഡ്വൈസറി, ഒരു ഉപദേശകൻ എന്ന നിലയിൽ ഒരു പേഴ്സണൽ റോള് ആർക്കുണ്ട്? നമ്മുടെ പേഴ്സണൽ മാനേജറിനുണ്ട്. അഡ്വൈസിങ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. മനുഷ്യന്റെ ആ വിഭവശേഷി നല്ല കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. മാനേജ്മെന്റ് ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. നെക്സ്റ്റ് ബി പറയുന്നത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. അതായത് നമ്മൾ വിഭവശേഷിയുടെ കാര്യം പറഞ്ഞല്ലേ, മനുഷ്യന്റെ ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മാൻ പവർ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചില വേക്കൻസികളൊക്കെ വരും. അങ്ങനെയുള്ള വേക്കൻസികളൊക്കെ വരുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നികത്തേണ്ടത്? ചിലപ്പോൾ റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി വ്യക്തികളെ കണ്ടെത്തി അപ്പോയിന്റ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടതുണ്ടാവും. അതല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുത്ത് ഈ വേക്കൻസികളൊക്കെ ഫില്ല് ചെയ്തിട്ട് താഴെയുള്ള പേഴ്സൺസിനായിരിക്കും റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തി കൈകാര്യം ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് വരും. ആ ആപ്ലിക്കേഷൻസിൽ നിന്ന് ഒരുപാട് കൃത്യമായിട്ടുള്ള പേഴ്സൺസിനെ തെരഞ്ഞെടുത്ത് നിയമിക്കേണ്ടതുണ്ടാവും. അപ്പൊ പേഴ്സണൽ മാനേജറിന് ആയിരിക്കും ഇത്തരത്തിലുള്ള നിർവഹണ പ്രവർത്തനങ്ങൾ. അവരെ നിന്ന് എങ്ങനെയാണ്, ഏത് പേഴ്സൺസിനെയാണ് കൃത്യമായിട്ട് അവിടെ ആ ഒരു വേക്കൻസി ഫീൽഡ് ചെയ്യാൻ മതിയായ പേഴ്സൺ ആണോ, അത് നമുക്കറിയാം അക്കാദമിക് ക്വാളിഫിക്കേഷൻ മാത്രമല്ല എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവിടെ അപ്പോയിന്റ്മെന്റ് കൊടുക്കാനായിട്ട് സാധിക്കുമോ, ഇദ്ദേഹത്തെ കൊണ്ട് ആ വിചാരിച്ച പോസ്റ്റ് നികത്തി പോകാൻ സാധിക്കുമോ എന്നൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യേണ്ട ഒരു റോള് നമ്മുടെ പേഴ്സണൽ മാനേജറിനുണ്ട്. നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ലൈൻമെന്റ് ഓഫ് ലൈൻമെന്റ്. അതായത് നമുക്കറിയാം ടോപ്പ് ലെവൽ മുതൽ അല്ലെ താഴെയുള്ള ലെവലിലുള്ള പേഴ്സൺസ് എല്ലാം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് അല്ലെ. ഏതൊരു കമ്പനി ആണെങ്കിലും ഫേം ആണെങ്കിലും അതിൻ്റെതായ വർക്കേഴ്സ് ഉണ്ട് അല്ലെ. മേലുദ്യോഗസ്ഥരും ഉണ്ടാവും, കീഴുദ്യോഗസ്ഥരും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഏത് ഭാഗങ്ങളിലും ചിലർക്ക് ഫ്രഷേഴ്സ് ആയിരിക്കും. അപ്പൊ അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടാവും. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി വേക്കൻസി ഫില്ല് ചെയ്യാനായിട്ട് പ്രൊമോഷൻ ഒക്കെ കൊടുത്തെന്ന് വരും. അപ്പൊ അവർക്കും ചില തരത്തിലുള്ള ഒരു ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റും ഒക്കെ ചെയ്ത് കൊടുക്കേണ്ടത് അത് എവിടെയാണ് മാനേജ്മെന്റിനെ അറിയിക്കണം. ഇന്ന കാര്യങ്ങൾക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ട്, അവർക്ക് സെമിനാർ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ എന്തെങ്കിലും മാറ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട റോളും ആർക്കാണ്? പേഴ്സണൽ മാനേജറിനാണ്. നെക്സ്റ്റ് പറയുന്നത് മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അതായത് ഓരോ പേഴ്സൺസിനെയും അല്ലെങ്കിൽ നമ്മളിപ്പോ ഗ്രൂപ്പായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കി അതിന്റെ ആ ഒരു മെഷർമെന്റ് അല്ലെ. നമ്മളിപ്പോ സെലക്ഷനും കാര്യങ്ങളും പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എങ്ങനെ, എക്സ്പീരിയൻസും അവരുടെ ക്വാളിഫിക്കേഷൻസും മാത്രമല്ല അവർക്ക് കഴിവുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്തിട്ടൊക്കെയാണ് അവരെ ഓരോ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവും അത് ആ ഒരു റോളും ആർക്കാണ്? പേഴ്സണൽ മാനേജറിനാണ്. മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ.
ഇപ്പൊ ഒരു ഈ ഗ്രൂപ്പിനെ ചുമതലപ്പെടുത്താൻ പറ്റുമോ ഈ ഒരു മാറ്റർ, അങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ചുമതലപ്പെടുത്താൻ പറ്റുമോ, അങ്ങനെയൊക്കെയുള്ള ഒരു ഡിസിഷൻ, ഒരു തീരുമാനം മാനേജ്മെന്റിനെ അറിയിക്കാനായിട്ട് സന്നദ്ധപ്പെടുന്ന ആ ഒരു പങ്ക് ആർക്കാണുള്ളത്? പേഴ്സണൽ മാനേജറിനാണ് ഉള്ളത്. നെക്സ്റ്റ് എന്താണ്? വെൽഫെയർ റോൾ. ഇപ്പൊ പേഴ്സണൽ മാനേജറിന്റെ പ്രധാനപ്പെട്ട റോളില് ഫസ്റ്റ് വൺ കഴിഞ്ഞു, പേഴ്സണൽ റോൾ ആയിട്ടുള്ളത്. ഒന്ന് അഡ്വൈസറി റോള്, പിന്നെ അദ്ദേഹം ഒരു സെലക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള റോള്, പിന്നെ അവരുടെ ട്രെയിനിങ്, പിന്നെ അവരുടെ മെഷർമെന്റ് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് പറയുന്നത് വെൽഫെയർ റോളാണ്. വെൽഫെയർ റോളിൽ പറയുന്നത് എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ അല്ലെ. റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റേഴ്സ് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു, ആ ഒരു മാറ്റർ എന്തുകൊണ്ടാണ്, നമ്മളുടെ നിയമങ്ങള് ഇത്രയും തട്ടിക്കൂടിയത് കൊണ്ടാണോ, അതല്ലെങ്കിൽ വർക്കേഴ്സിന്റെ ഭാഗത്ത് എന്തെങ്കിലും മാറ്റേഴ്സ് വന്നത് കൊണ്ടാണോ ആ ഒരു പ്രോബ്ലം സംഭവിച്ചത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വെൽഫെയർ, ചിലപ്പോഴെങ്കിൽ അതിനുള്ള സൗകര്യക്കുറവായിരിക്കാം, പക്ഷെ വർക്കേഴ്സ് ഒക്കെ ആയിരിക്കാം, പക്ഷെ അതിനുള്ള സൗകര്യം അല്ലെ, ആ ഒരു ഫെസിലിറ്റിയുടെ അഭാവമായിരിക്കും എങ്കിൽ അത്തരത്തിലുള്ള ഫെസിലിറ്റീസ് അനുവദിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. മാനേജിങ് സർവീസ്, ക്യാൻറ്റീനിലെ ഫെസ്റ്റസ് എക്സെട്ര. അതായത് നമ്മളൊക്കെ അറിയാം, ഒരു വലിയ ഇപ്പൊ ഹോസ്പിറ്റൽ ആണെങ്കിലും അല്ലെങ്കിൽ കമ്പനിയൊക്കെ ആണെങ്കിലും അതിനുള്ളിൽ തന്നെ ക്യാൻറ്റീൻ സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും അല്ലെ. അത് കൊടുക്കുന്നത് എന്തിനാ? സ്റ്റാഫുകൾക്കാണെങ്കിലും അവർക്ക് അവരുടെ കാര്യങ്ങളല്ലേ, അവരുടെ പ്രോബ്ലംസ് മാറ്ററൊക്കെ സഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, തൊഴിൽ ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അല്ലെ. അപ്പൊ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ക്യാൻറ്റീൻ സർവീസ്, അതല്ലെങ്കിൽ ക്രച്ചസ്. നമുക്കറിയാം, ചില വലിയ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ അല്ലെ ഫീമെയിൽസിന് അവർക്ക് അവരുടെ കുട്ടികളെയും കൂടി ചിലപ്പോൾ കൊണ്ടുവരേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അത്തരത്തിൽ ഫീഡ്ബാക്ക് ഒക്കെ കൈകാര്യം ചെയ്യാനേ ഫീഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കേണ്ടതുണ്ടാവും. ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ തന്നെ നമുക്കറിയാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അതിനുവേണ്ടി ഫെസിലിറ്റീസ് അനുവദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, ഇത്തരം ഫെസിലിറ്റീസ് ഒക്കെ സാമൂഹികമായിട്ടുള്ള രീതിയിൽ അനുവദിക്കുമ്പോൾ എപ്പോഴും മാനേജ്മെന്റിന്റെ എക്കണോമിക് സിറ്റുവേഷനും കൂടി മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാനും കൈകാര്യം ചെയ്യാനും നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അതൊരു വെൽഫെയർ റോളാണ് ആരുടെ? നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ. ക്യാൻറ്റീൻ സർവീസ്, ക്രച്ചസ് എക്സെട്ര. തേർഡ് എന്താണ്? ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. അതായത് നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു സ്ഥാപനത്തില് അവിടെയുള്ള വർക്കേഴ്സിന് ചിലപ്പോ എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു മാറ്റേഴ്സ് ഒക്കെയാണ്. ഡ്യൂട്ടിയാണോ അവർക്കുള്ളെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിംഗ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾക്ക് ഇപ്പോ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണ് അല്ലെ. എന്തെങ്കിലുമൊക്കെ അങ്ങനെ എന്തെങ്കിലും കൗൺസിലിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ, അവരുടെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ മോട്ടിവേഷൻ ടെക്നിക്സ് ഒക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ അവരെ പുഷ് ചെയ്യാനായിട്ട്, ഒരു പിന്തിരിയാതെ ആ ഒരു വർക്കേഴ്സിൽ ഇൻവോൾവ് ചെയ്ത് അവരുടെ ഫുൾ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ത് കാര്യത്തിലും മുൻകൈ എടുത്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ. അതായത് എല്ലാവരുടെയും എന്താണ് ആ ഒരു എൻവയോൺമെന്റിൽ, ആ ഒരു സ്ഥാപനത്തില് മൊത്തത്തിൽ നല്ലൊരു ആശയവിനിമയമൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളെല്ലാം നടപ്പാക്കി കൊണ്ടുവരിക എന്നുള്ള വെൽഫെയർ റോളും പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടിയിൽപ്പെടുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ക്ലറിക്കൽ റോള്. എന്താണ് ക്ലറിക്കൽ റോളിൽ പറയുന്നത്? എപ്പോഴും പേഴ്സണൽ മാനേജർ, നമുക്കറിയാം എല്ലാ പ്രവർത്തനം ഇദ്ദേഹം തന്നെയല്ല ഇത് ചെയ്യുന്നത്, അവരവരുടെ ഡ്യൂട്ടികൾ ഓരോരുത്തർ ചെയ്യുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തീരുമാനങ്ങളൊക്കെയാണ് ഇദ്ദേഹം എടുക്കുന്നത് അല്ലെ. ഇപ്പൊ ടൈം കീപ്പിങ്ങിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഡിപ്പാർട്ട്മെന്റ് ബേസ്, ഇപ്പൊ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടാവും, അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ടാവും. ഇടയ്ക്കിടയ്ക്ക് ഇവർ പോയി അല്ലെ, ഈ പേഴ്സണൽ മാനേജർ പോയി ഒന്ന് വിലയിരുത്തേണ്ടതുണ്ടാവും. എങ്ങനെയാണ് അവര് കറക്റ്റ് ആയിട്ട് ടൈം കീപ്പ് ചെയ്യുന്നുണ്ടോ, സാലറി ആൻഡ് വേജസ് അഡ്മിനിസ്ട്രേഷൻ ഇൻസെന്റീവ്സ്, അതായത് എല്ലാവർക്കും കൃത്യമായിട്ട് സാലറിയും വേജസും എന്തെങ്കിലുമൊക്കെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടോ, അതിന്റെ ഒരു ഭരണ നിർവഹണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ദെൻ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്, എല്ലാ റെക്കോർഡ്സുകളും കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്തു പോകുന്നുണ്ടോ, എന്തെങ്കിലും അല്ലെ എന്തെങ്കിലുമൊക്കെ അപാകതകൾ ഉണ്ടോ, എന്തെങ്കിലും കുറവുകളെല്ലാം ആരെങ്കിലും രേഖപ്പെടുത്താത്തതുണ്ടോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. തന്നെ എന്താണ് ഹ്യൂമൻ എഞ്ചിനീയറിംഗ്, മാൻ മെഷീൻ റിലേഷൻഷിപ്പ്. നമുക്കറിയാം, ഒരു ഏത് സ്ഥാപനമാണെങ്കിലും ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടല്ലേ, നമുക്കറിയാം കണ്ടുപിടുത്തങ്ങളുടെ കാലഘട്ടമാണ്. അപ്പൊ മെഷീൻസ് വെച്ചിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്.
അതും മനുഷ്യരും തമ്മിലുള്ള ബന്ധം അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്തെങ്കിലും ട്രബിളുകൾ ഉണ്ടോ, എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും എന്താണ് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കേണ്ടതുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റേഴ്സ് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ട റോളും ആർക്ക് തന്നെയാണ്, പേഴ്സണൽ മാനേജ്മെന്റിന്റെ റോള് തന്നെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള്. അപ്പൊ ഇതിലെന്താ പറയുന്നത്, പ്രധാനമായിട്ടും നമ്മളിപ്പോ കണ്ടത് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം, ചെയ്യിപ്പിക്കണം എന്നൊക്കെയുള്ള കാര്യമാണ്. ഇതേമാതിരി തന്നെയുള്ള ഒരു കാര്യമാണ് പരാതികൾ ഉണ്ടാവും അല്ലെ, എവിടെയും പരാതികൾ ഉണ്ടാവും. ഒരുപാട് സ്റ്റാഫ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അവിടെ വർക്ക് ചെയ്യുന്നത്, അവരുടെ സേവനമാണ് എങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള പരാതികൾ ഉണ്ടാവും, അത് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടാവും. അതാണ് ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ. നിയമപരമായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിയമപരമായി തന്നെ അത് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് ഗ്രീവൻസ് ഹാൻഡ്ലിങ്, പരാതികൾ ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്, തർക്കങ്ങള് സെറ്റിൽ ചെയ്ത് കൊടുക്കുക അല്ലെ. ചിലപ്പോ അവിടെയുള്ള ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് നമുക്കറിയാം, കസ്റ്റമേഴ്സും സ്റ്റാഫും തമ്മിൽ ഉണ്ടാവും പ്രശ്നങ്ങള്, അല്ലെങ്കിൽ ഡോക്ടേഴ്സും നഴ്സുകളും നേഴ്സുമാരും അവിടെയുള്ള വർക്കേഴ്സിന്റെ ഇടയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രോബ്ലംസ് അല്ലെ എവിടെയും ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു തർക്കങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുക. ഹാൻഡ്ലിങ് ഡിസിപ്ലിനറി ആക്ഷൻസ്, എപ്പോഴും നമുക്കറിയാം അച്ചടക്കം അല്ലെ കാത്തു പാലിക്കാൻ വേണ്ടിയിട്ട് നിയമ നടപടികളൊക്കെ എടുക്കേണ്ടതുണ്ടാവും. അത് ഏതാണോ അതനുസരിച്ചിട്ടുള്ള രീതിയിൽ നടപടികൾ സ്വീകരിക്കുക. കളക്റ്റീവ് ബാർഗെയിനിങ്, അതായത് നമുക്ക് എന്താണ് പറഞ്ഞു തീർത്ത് അല്ലെ ബാർഗെയിൻ ചെയ്ത് അല്ലെങ്കിൽ മേടിച്ചിരിക്കേണ്ടതുണ്ടാവും ചില കാര്യങ്ങളെല്ലാം. അത് ചിലപ്പോൾ നിയമപരമായിട്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് വിലപേശി തന്നെ നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് മുതിരാനായിട്ടും തയ്യാറാവേണ്ട ഒരു ഡ്യൂട്ടി പേഴ്സണൽ മാനേജറിന്റെ ഡ്യൂട്ടി തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ, നമ്മള് തർക്കങ്ങൾ ഉണ്ടാവില്ലേ, ഒരാള് പരസ്പരം തമ്മിൽ എന്തെങ്കിലും കശപിശകളൊക്കെ ഉണ്ടാവില്ലേ, അതെ. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലായിട്ട് തോന്നുന്നുണ്ടോ? പരാതി എന്നാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്, പരാതികൾ. ഗ്രീവൻസ് എന്ന് പറയുമ്പോൾ പരാതികള് ഹാൻഡിൽ ചെയ്യുക, അത് കൈകാര്യം ചെയ്യുക. പരാതി പരിഹാരം എന്നുള്ളത് തന്നെയാണ്, എന്നാലും അതിനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വേറെന്തെങ്കിലും മെഷീൻ റിലേഷൻഷിപ്പ്, അത് ഞാൻ പറഞ്ഞ മാതിരി
എഞ്ചിനീയറിംഗ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു മെഷീൻ, ആ മെഷീൻ പ്രവർത്തിപ്പിക്കാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും കഴിവുണ്ടാവണമെന്നില്ലല്ലേ. ചില ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബന്ധം, ആ ഒരു ബന്ധം, അതായത് അത് ഓപ്പറേറ്റ് ചെയ്യാനായിട്ടുള്ള ബന്ധം അവർക്ക് ചെയ്യണം, കൈകാര്യം ചെയ്യാൻ പറ്റിയെന്ന് വരുന്നു. അപ്പൊ അതിന് എന്തുകൊണ്ടാണ് അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്? പക്ഷെ ഇവരുടെ എക്സ്പീരിയൻസ് കുറവായിട്ടായിരിക്കും, പക്ഷെ വേറെ എന്തെങ്കിലും മാറ്റേഴ്സ് ആയിരിക്കും. അവിടുത്തെ സ്ഥലസൗകര്യമോ അവിടുത്തെ ടെക്നിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടൊക്കെ ആയിരിക്കും ഡിസൈൻ ചെയ്തേക്കുന്നതിന്റെ ഫെസിലിറ്റി അല്ലെ, അത് അവിടെ സ്ഥാപിച്ചേക്കുന്നതിന്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടായിരിക്കും. അത് എന്താണ് ആ ബന്ധം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾക്കറിയാം ഇപ്പൊ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാലമാണ് അപ്പൊ നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പൊ അവിടെയുള്ള വർക്കേഴ്സ് ചിലപ്പോൾ ഒരുപക്ഷെ മെഷീനായിട്ട് കൈകാര്യം ചെയ്ത ഒരു നോളജ് ആയിരിക്കില്ല. ഇൻ കേസ് അക്കൗണ്ട്സ് ഒക്കെ നമുക്കറിയാലോ മാനുവലി ആയിരുന്നു പണ്ടത്തെ കാലഘട്ടം മുതലേ. അപ്പൊ സ്ഥാപനങ്ങളിലെല്ലാം മാനുവലി കൈകാര്യം ചെയ്ത് നമുക്കറിയാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു, ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെയായി മാറി. ഇപ്പോ എല്ലാ ആക്ഷൻസും എന്താണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയി. പക്ഷെ ചിലപ്പോൾ അവർക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് മെഷീനായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാതെ വരുന്ന സ്റ്റാഫുകളൊക്കെ ഉണ്ട്, അല്ലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള നോളജും കാര്യങ്ങളും ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുത്ത് അവർക്ക് ആ നോളജ് അതുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ഉള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതും ആരെ തന്നെയാണ്? നമ്മുടെ പേഴ്സണൽ മാനേജറാണ്. ഹ്യൂമൻ എഞ്ചിനീയറിംഗ് മാൻ മെഷീൻ റിലേഷൻഷിപ്പ് ഇതെല്ലാം ഇന്നത്തെ പറയുന്നുണ്ട്. അതിന്റെ ഡിസൈൻ കാര്യങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ മനുഷ്യനും മെഷീനും തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം നോക്കി കാണേണ്ടത്. അതിന്റെ സൗകര്യങ്ങളുടെ മാനേജ്മെന്റിനെ അറിയിക്കണം. ഇതിന്റെ പ്രോബ്ലംസും കൊണ്ട് അത് വിചാരിച്ച റിസൾട്ട് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ അത് കൈകാര്യം ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തിയുടെ ആയിരിക്കും, അല്ലെങ്കിൽ മെഷീന്റെ ആയിരിക്കും, അതല്ലെങ്കിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെ സ്ഥാപിച്ചിരിക്കുന്ന പ്ലേസിന്റെ ആയിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലുള്ള എന്ത് കാര്യമാണെങ്കിലും അത് അറിയിക്കേണ്ടതും ആ റോളും പേഴ്സണൽ മാനേജറിന്റെയാണ്. ക്ലിയർ ആയോ? നമുക്കൊരു ചെറിയൊരു ഇതും കൂടി എടുത്താലോ? സ്പീഡ് ഉണ്ടോ? കുഴപ്പമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യനും കൂടി എടുക്കട്ടെ. ക്യാരക്ടറിസ്റ്റിക്സിന്റെ ലാസ്റ്റ് പോയിന്റ്. You should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization. നമ്മളിപ്പോ ഏത് ഇതല്ലേ ഒരു നടപ്പാക്കി കൊണ്ടുവരുമ്പോ നമ്മള് ഓർഗനൈസേഷന്റെ പ്രവർത്തനം നമ്മൾ കൊണ്ടുവരുന്നത് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ അവരുടെ ഇൻട്രസ്റ്റിനും വേണ്ടിയിട്ടാണ് അല്ലെ. അവര് ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവര് കുറച്ച് പോളിസികൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നെസസറി ആക്ഷൻസ് ഒക്കെ അവർ കൊണ്ടുവരുന്നത്. അപ്പൊ അത് വരുമ്പോൾ ചിലപ്പോഴൊക്കെ ചില നടപടികൾ ഹി ഷുഡ് ബി പ്രോംപ്റ്റ്, പെട്ടെന്ന് തന്നെ മതിയായ കുറച്ച് ഇതുകളല്ലേ അവര് ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടാവും. ചിലപ്പോ അത് തൊഴിലാളികൾക്ക് അത് മനസ്സിലാകണമെന്നില്ല അതിങ്ങനെ കൈകാര്യം ചെയ്തു വരുമ്പോൾ. പേഴ്സണൽ ആയിട്ട് എന്തെങ്കിലും മാറ്റേഴ്സുകൾ അപ്പൊ ഉടനടി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള കഴിവ് ആർക്കാണ് ഉണ്ടായിരിക്കുന്നത്? പേഴ്സണൽ മാനേജറിന്. അത് എന്തുകൊണ്ട് അതിങ്ങനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ സോൾവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ എടുക്കണം അല്ലെ. അത് കൂടി എടുത്തിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള നിയമ നടപടികളിലേക്ക് കടക്കാനായിട്ട് സാധിക്കുള്ളൂ. ഒരു നിയമാവലി ഇറക്കുമ്പോൾ പൊതുവെ നമുക്കറിയാം ഇത്ര സമയത്ത് 7:00 കയറി ഇത്രയും സമയത്ത് 6:00 ഇറങ്ങുന്ന ഒരു രീതിയൊക്കെയാണ് വെക്കണമെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവർക്കും കറക്റ്റ് സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വരില്ല. പേഴ്സണൽ ആയിട്ട് ഒരു പെട്ടെന്ന് എടുക്കുന്ന ഒരു ആക്ഷൻ ആണെങ്കിൽ അത് എന്താണ് ഓർഗനൈസേഷൻ പെട്ടെന്ന് ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ അത് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആവണമെന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പ്രധാനമായിട്ടും ആ പോളിസികൾ ചേഞ്ച് ചെയ്ത് ചിലർക്ക് എന്താണ് ഇച്ചിരി കൂടി 6 7 o'clock തിരിച്ചു പോകാവുന്നവരെ
അപ്പൊ 8 o'clock വന്നിട്ട് നമുക്ക് ആ ടൈം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ചിലർക്കൊക്കെ അതിനുള്ള ഫെസിലിറ്റി അനുവദിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണോ ഇങ്ങനെ കൊണ്ടുവരുന്നത്, പൊതുവെ നമുക്കറിയാം ഓർഗനൈസേഷന്റെ ഒരു സ്പെഷ്യൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് നിയമ നടപടികളെല്ലാം കൊണ്ടുവരുന്നത്. അത് എല്ലാവർക്കും പെട്ടെന്ന് അത് ഫോളോ ചെയ്തെടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നെസസറി ആക്ഷൻസ് നമ്മൾ എടുക്കാം, അത് നടപ്പാക്കി അതനുസരിച്ചിട്ടുള്ള പേഴ്സണൽ പോളിസികൾ അത് എന്താണ് ഓർഗനൈസേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പല രീതിയിലും ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹി ഷുഡ് ബി, അതായത് അദ്ദേഹം should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization. ഓർഗനൈസേഷന്റെ ആ പ്രവർത്തനത്തിന് ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള, അത് നമുക്കറിയാം ഓർഗനൈസേഷന് എപ്പോഴും ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ളത്. അവർക്കും പ്രോബ്ലം സംഭവിക്കാൻ പാടില്ല, അവിടെയുള്ള വർക്കേഴ്സിനും പ്രോബ്ലംസ് ഒന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ രണ്ടുപേർക്കും മതിയായി എനപ്പായിട്ടുള്ള തീരുമാനങ്ങൾ പേഴ്സണൽ മാനേജറിന്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും വേറെ ഡൗട്ടുകള്? ഓക്കെ ആണോ നിങ്ങള്? ഇനി എന്തെങ്കിലും ഡൗട്ടുകള്? ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാലോ. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. എന്നാലും ഒരു 10 മിനിറ്റ് കൂടെ ഉണ്ട്, നോക്കാം നമുക്ക് കഴിയുന്നിടത്തോളം എനിക്ക് വെക്കാം. ഒന്നാമത്തെ വീട്ടിൽ ഇത്തിരി ലെങ്തിയാണ്, കഴിയുന്നിടത്തോളം ഇച്ചിരി കൂട്ടി നോക്കാം. അപ്പൊ എന്താണ് ഇതിന് ഫസ്റ്റ് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരുപാട് ഈ പേഴ്സണൽ മാനേജറിനെ കുറിച്ചിട്ട് തന്നെ കുറെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ പറയുന്ന ഒരു കാര്യമാണ് ലീഡർഷിപ്പ് പ്രോസസ്സ്, ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ്, സ്റ്റാഫിംഗ് പ്രോസസ്സ്, ദെൻ പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്സ്, കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്സ്. ഓക്കെ, ഇത്തരത്തിലുള്ള പ്രോസസ്സുകൾ പ്രവർത്തനങ്ങളും എന്താണ് നമ്മുടെ പേഴ്സണൽ മാനേജറിന്റെ പ്രവർത്തനത്തിന് പെടുന്നതാണ്. അതിൽ വരുന്ന ഇതൊരു പ്രധാനപ്പെട്ട ഇതുകൾ തന്നെയാണ്. എന്താണ് ആദ്യം തന്നെ പറയുന്നത് ലീഡർഷിപ്പ് പ്രോസസ് ആണ്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റ് തന്നെയാണ് ഇച്ചിരി കൂടെ ഒന്നുകൂടെ വിവരിച്ച് പറഞ്ഞു പോകുന്നത്. ഇൻവോൾവ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് ആ ഒരു സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിയെ അല്ലെങ്കിൽ പേഴ്സൺ ഗ്രൂപ്പായിട്ടുള്ള ബിഹേവിയർ, ഗ്രൂപ്പുകളാണെങ്കിൽ അവരെ മൊത്തത്തിൽ തന്നെ ആ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ നയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതായത് ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ട് ഓരോ പേഴ്സണെ ഗ്രൂപ്പ് വൈസ് ആയിട്ടാണെങ്കിലും ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെ, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ അവിടെയുള്ള വർക്കേഴ്സുകളെ എല്ലാവരെയും തന്നെ നയിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. ദെൻ ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സ്, അതായത് നമുക്ക് അറിയാം തീരുമാനം അല്ലെ, അത് നീതിയുക്തമായ രീതിയിലായിരിക്കണം തീരുമാനങ്ങൾ എടുക്കേണ്ടത്. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്, അതായത് എല്ലാവർക്കും തുല്യ നീതി ഉറപ്പാക്കിക്കൊണ്ടായിരിക്കണം ഇദ്ദേഹത്തിന്റെ പ്രവർത്തനം നടപ്പാക്കേണ്ടത് അല്ലെ. നമ്മൾ സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റിനെ ഒന്നും പ്രധാനമായിട്ടും കുറച്ച് പോളിസികൾ ഈ ഡിപ്പാർട്ട്മെന്റിന് ഇന്ന പോളിസികൾ അങ്ങനെ നടപ്പാക്കാൻ പാടില്ല, എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ്സ്, അതായത് ഇതുമാതിരി തന്നെ ഒരു പ്രത്യേകമായ പ്രോസസ്സാണ്. അതായത് കൺസിസ്റ്റിംഗ് ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻടു ഇൻഡിവിജ്വൽ ജോബ്സ്. ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞ് അതുപോലെ തന്നെ വ്യക്തിപരമായിട്ട് ഈ ഒരു ടാസ്കില്
ഓരോ വ്യക്തിക്കും എന്താണ് പങ്ക്, അതായത് ആ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഓരോ വ്യക്തിയുടെയും ഡ്യൂട്ടി എന്താ എന്നുള്ളത് സ്പെഷ്യലൈസ് ചെയ്ത് കൈകാര്യം ചെയ്യേണ്ട ആ ഒരു പ്രവർത്തനവും ആരുടെയാണ്? പേഴ്സണൽ മാനേജ്മെന്റ് ഡ്യൂട്ടിയാണ്. Then staffing process involves manpower planning, developing source of recruitment, assessment of applications, employment decisions, induction and orientation, transfers, promotions and demotions. നിങ്ങൾ ഇതെല്ലാം ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നുണ്ട് താഴേക്ക്. അതായത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പ്രൊമോഷനും ഡിമോഷനും എന്താണ്, അസസ്മെന്റും റിക്രൂട്ട്മെന്റും എല്ലാം പഠിക്കുന്നുണ്ട് ഈ ഒരു ഇതില്. അതിലെന്താണ് പ്രധാനമായിട്ടും പറയുന്നത്? ഓരോ പേഴ്സൺസിനും നമ്മൾ നിയമിക്കണം അല്ലെ, ഒരു ഇൻവോൾസ് മാൻപവർ പ്ലാനിങ്. ആ ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം വേക്കൻസികൾ വരാം, അവിടെയുള്ള ഫ്യൂച്ചറിൽ വരാം, അല്ലെങ്കിൽ നിലവിലുള്ള എന്തൊക്കെ ഒഴിവുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട പ്ലാനിങ്. ഇൻ കേസ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഏത് രീതിയിൽ നമുക്കറിയാം ക്യാമ്പസ് സെലക്ഷൻ ഒക്കെ നടത്തി റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കണോ വേണ്ടയോ, അതുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ്. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കൻസുകൾ അതെല്ലാം വിലയിരുത്തേണ്ടതുണ്ട്. എംപ്ലോയ്മെന്റ് ഡിസിഷൻ, ഏത് തൊഴിൽ കൊടുക്കണമെന്ന് തീരുമാനമെടുക്കേണ്ടതുണ്ട്. ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, അതായത് ഓരോ വ്യക്തികൾക്കും അത് മനസ്സിലാക്കി കൊടുക്കണം അല്ലെ, ആ തൊഴില് എങ്ങനെ, ഏത് വ്യക്തിയാണോ സെലക്ട് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കൊടുക്കുന്നത് അവർക്ക് ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേമാതിരി ട്രാൻസ്ഫേഴ്സ്, ചിലപ്പോ എന്താണ് നല്ല നടത്തിപ്പിന് വേണ്ടിയിട്ട് ഓരോ വ്യക്തി ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ട്രാൻസ്ഫർ ഓർഡർ ഒക്കെ വരും. പ്രൊമോഷൻ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താണ് റിട്ടയർമെന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ ആ വേക്കൻസികളൊക്കെ അവിടെയുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ട് ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് പ്രൊമോഷൻ കൊടുക്കണം. ഡിമോഷൻ എന്ന് പറയുമ്പോൾ പ്രൊമോഷന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലെ, അവ കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി കൃത്യമായിട്ട് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഡ്യൂട്ടിയിൽ നിന്ന് ഒന്നുകൂടി താഴെയുള്ള പോസ്റ്റിലേക്ക് അവരെ തരം താഴ്ത്തേണ്ട കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്യേണ്ടത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജറാണ്. നെക്സ്റ്റ് എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്. അതായത് നമ്മളിപ്പോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഓരോ പേഴ്സൺസിനൊക്കെ related with the constant evaluation of the employees work so that when necessary promotion, pay raises, transfers, training etc may be given. അപ്പൊ നമ്മള് പെർഫോമൻസ് അപ്രൈസൽ എന്തിനാ ചെയ്യുന്നത്? ഓരോ വ്യക്തിയും അവിടെയുള്ള വർക്കുകൾ സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നല്ല തൃപ്തികരമായ രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അവർക്ക് ഇപ്പൊ പറഞ്ഞ പ്രൊമോഷനും അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ട്രാൻസ്ഫർ, അടുത്ത സ്ഥലങ്ങളിലേക്കൊക്കെ ട്രാൻസ്ഫറോ, അതല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രൊമോഷൻ സംബന്ധമായിട്ടൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ആ ഒരു ജോലിയിലേക്ക് ട്രെയിനിങ് ഒക്കെ ആവശ്യമാണ്. അത്തരത്തിലുള്ള ട്രെയിനിങ്ങോ ഫ്രഷേഴ്സ് ഒക്കെ ആണെങ്കിൽ അവർക്കും അതിൻ്റെതായ ട്രെയിനിങ് കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർവഹിക്കേണ്ടത് പെർഫോമൻസ് ബേസ് ചെയ്ത് അല്ലെ, ഓരോ പ്രവർത്തനത്തിന്റെയും അവിടെയുള്ള വർക്കേഴ്സിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിയിട്ട് അവർക്ക് കൊടുക്കുന്ന പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നിർവഹിക്കേണ്ടതും അതിന്റെ ചുമതലയും പേഴ്സണൽ മാനേജറാണ്. Then training and the development process, blend of many sub processes which intended to correct the quality of work of the individual. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, ഓരോ തരത്തിലുള്ള ട്രെയിനിങ്ങുകളൊക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ആകെ അവർക്ക് മൊത്തത്തിൽ അല്ലെ ഓരോ ഒന്നിച്ച് നമുക്ക് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ചെയ്യണമെങ്കിൽ intended to correct quality of work of the individual. ശരിക്കും ഇതെല്ലാം ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തിനാ? നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള പ്രൊഡക്ഷനിൽ നല്ല സേവനം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ട്രെയിനിങ് ഒക്കെ കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് അവര് ആ ഒരു പ്രൊഡക്ഷൻ അവരുടെ ആ സർവീസ് നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അതാണ് പറയുന്നത് ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ് വിച്ച് ഇന്റൻഡഡ് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. ആ ഒരു പ്രവർത്തനം നല്ല ഒരു ക്വാളിറ്റി ആയിട്ടുള്ള സേവനം അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള പ്രൊഡക്ഷൻ അവര് തരണമെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങും ഡെവലപ്മെന്റ് പ്രോസസ് ഒക്കെ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അതും പേഴ്സണൽ മാനേജറിന്റെ പ്രോസസ്സാണ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു, ഇങ്ങനെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന മാതിരി തന്നെ വേറെ എന്തെങ്കിലും കോമ്പൻസേഷൻ അല്ലെ, മെക്കാനിസം ആൻഡ് ഫോർമുല ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ്. അവർക്ക് ഫിനാൻഷ്യൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സാലറി കൂട്ടി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക ഇൻഷുറൻസ് പാക്കേജുകളൊക്കെ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും നോൺ ഫിനാൻഷ്യൽ ഉള്ള റിവാർഡ്സ് നമ്മൾ പറഞ്ഞു സ്റ്റാറ്റസ് അവരുടെ അന്തസ്സൊക്കെ നിലനിർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റേഴ്സുകളെല്ലാം കൊടുക്കുക എന്നുള്ളത്.
അത്തരത്തിലുള്ള കോമ്പൻസേഷൻ റിവാർഡ് പ്രോസസ്സും പേഴ്സണൽ മാനേജറിന്റെയാണ്. ഇങ്ങനെ എടുത്ത് പോകുന്നതിൽ ഒന്നും വിചാരിക്കേണ്ട, കാരണം താഴേക്ക് ഇതെല്ലാം പഠിക്കാനുണ്ട്. കമന്റ് ഓരോ ഡ്യൂട്ടികളും നിങ്ങൾ റിക്രൂട്ട്മെന്റും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പ്രൊമോഷൻ ഉണ്ട്, ഡിമോഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ അതിനെ പോയിന്റ് ഔട്ട് ആയിട്ട് മാത്രം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനിയുള്ള ലാസ്റ്റ് പോയിന്റ്, കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് ദാറ്റ് ഡിസൈഡ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ റിഗാർഡിംഗ് വേജസ്, ബെനിഫിറ്റ്സ്, അവേഴ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ എക്സെട്ര. അതായത് നമുക്കറിയാം തൊഴിലാളികളുടെ ഇടയിൽ നിൽക്കുന്ന മധ്യസ്ഥനായതുകൊണ്ട് തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള വേജസിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങൾക്കോ അല്ലെങ്കിൽ അവേഴ്സ് അല്ലെ ഡ്യൂട്ടി ടൈമുകൾ അല്ലെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻസ്, സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സുകൾ ഉണ്ടെങ്കിൽ അത്തരം പ്രവർത്തനങ്ങൾ യൂണിയന്റെ ഭാഗത്ത് നിന്ന് വരുന്ന അത്തരത്തിലുള്ള മാറ്റേഴ്സുകളെല്ലാം കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ, അത് ബാർഗെയിൻ ചെയ്ത് അല്ലെ അവരോട് പറഞ്ഞു തീർത്ത് അല്ലെങ്കിൽ ഒതുക്കി തീർത്ത് ബാർഗെയിൻ ചെയ്ത് വിലപേശി കാര്യങ്ങളൊക്കെ നടപ്പാക്കി കൊണ്ടുവരേണ്ട പ്രവർത്തനവും പേഴ്സണൽ മാനേജറിന്റെ പ്രവർത്തനത്തിൽ പെടുന്നതാണ്. ഓക്കെ, ഇത്തരം പോയിന്റ്സും കൂടി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പോയിന്റ് അല്ലേ, ലീഡർഷിപ്പ് പ്രോസസ്. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് വെച്ചാൽ മുൻകൈ എടുക്കുക. ഇൻവോൾവ്സ് ഇൻഫ്ലുവൻസിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ ടുവേർഡ്സ് ദ അച്ചീവ്മെന്റ് ഓഫ് ഓർഗനൈസേഷൻ ഗോൾസ്. അതായത് ഏതൊരു സ്ഥാപനത്തിന്റെ ഒരു പേഴ്സണൽ മാനേജറായിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവിടെയുള്ള വർക്കേഴ്സിനെ ഇൻഡിവിജ്വലായിട്ടും എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യണം അല്ലെ, പ്രചോദിപ്പിക്കണം. അതേമാതിരി തന്നെ ഗ്രൂപ്പായിട്ട് ആണെങ്കിൽ ഗ്രൂപ്പ് ബിഹേവിയർ, അവരുടെ ഗ്രൂപ്പിനെ അവരുടെ പെരുമാറ്റ രീതി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അവർക്ക് പ്രേരണ കൊടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പാണല്ലോ ഈ കൂടുതൽ പ്രൊഡക്ഷൻ കാണിച്ചത്, ഈ പ്രാവശ്യം അടുത്ത അല്ലെങ്കിൽ മറ്റുള്ള ഗ്രൂപ്പുകളിൽ ചെന്നിട്ട് പോയിട്ട് അല്ലെ ബി ബ്ലോക്ക് ആണ് കൂടുതൽ പ്രൊഡക്ഷൻ നമുക്കായിട്ട് കിട്ടിയിരിക്കുന്നത്, അപ്പൊ ഈ പ്രാവശ്യം നിങ്ങൾ നെക്സ്റ്റ് ടൈമിൽ നിങ്ങൾ നേടിയെടുക്കണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ്, ഒരു പ്രചോദനം അവർക്ക് കൊടുക്കുമ്പോൾ എന്താണ് അവർ ഇച്ചിരി കൂടി ലീഡർഷിപ്പോട് അവിടെയുള്ള ക്യാപ്റ്റനൊക്കെ എന്ത് ചെയ്യും, ഓക്കെ നമുക്ക് നെക്സ്റ്റ് ടൈമും കൂടുതൽ പ്രൊഡക്ഷൻ കാണിക്കണോട്ടോ, അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് മുൻകൈ എടുക്കാനായിട്ട് അവർക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. അത് ഗ്രൂപ്പ് വൈസ് ആണ്. ഇൻഡിവിജ്വലി നമ്മൾ ഇതേമാതിരി തന്നെ ആ പേഴ്സണെ വെച്ച് ഈ പേഴ്സന്റെ സർവീസ് ഇച്ചിരി കൂടി അല്ലെ നല്ല ഒരു മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവരെ അതിന് മുൻകരുതൽ അതെ മുന്നോടിയായിട്ട് അവരതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെയുള്ള ഒരു ലീഡർഷിപ്പ് പ്രോസസ്, ആ ഒരു ലീഡറിന്റെ ഒരു പ്രവർത്തനം, ലീഡറായിട്ട് അവരെ അങ്ങനെ നയിക്കാനായിട്ട്, അതിന് മുന്നിൽ നിന്ന് നയിക്കാനായിട്ട്. നിങ്ങളിപ്പോ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ കുഴപ്പമില്ല, നിങ്ങൾ എല്ലാവരും ഒറ്റക്കിട്ട് നിന്നാൽ മതി, ഞാൻ മുന്നിൽ നിന്നുണ്ട് എന്നുള്ള ആ ഒരു രീതിയോട് കൂടിയിട്ട് അവരൊപ്പം നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു കഴിവ് പേഴ്സണൽ മാനേജറിന് ഉണ്ടായിരിക്കും. അതിനുള്ള പ്രചോദനം അവർ കൊടുക്കണം. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലും നെക്സ്റ്റ് ക്ലാസ്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am.